നമസ്കാരം. വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഞാൻ അശോക് നാരായൺ. ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചാണ്. ലോ ഓഫ് അട്രാക്ഷൻ പരിശീലിക്കുന്ന ഏതൊരു വ്യക്തിക്കും, ഇനിയിപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ആധികാരികമായിട്ട് പരിശീലിക്കുന്ന വ്യക്തികളുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, സ്വാഭാവികമായിട്ടുള്ള ജീവിതത്തിൽ തന്നെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക്, ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും പിന്തുടരാവുന്ന അല്ലെങ്കിൽ നിർബന്ധമായിട്ടും പിന്തുടർന്നിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഈ വിധത്തിലുള്ള 5 വ്യക്തികളെ നിങ്ങളോടൊപ്പം ചേർത്ത് നിർത്തിയാൽ ഉറപ്പായിട്ടും ജീവിതത്തിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ സാധിക്കും, ഒരു അഭിവൃദ്ധി ജീവിതത്തിൽ കൈവരിക്കാൻ സാധിക്കും. ഏത് വിധത്തിലുള്ള 5 വ്യക്തികളെയാണ് കൂട്ടത്തിൽ ചേർത്ത് നിർത്തേണ്ടത്? അതായത് വളരെ കൃത്യമായിട്ട് സൈക്കോളജി പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തി ശരിക്കും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, നമ്മളോട് വളരെയധികം അടുത്ത് ഇടപഴകുന്ന, നമ്മൾ കൂടുതൽ സമയം സംസാരിക്കുന്ന, നമ്മൾ കൂടുതൽ സമയം ഇടപെടുന്ന ഒരു 5 പേരുടെ ശരാശരിയാണ് നമ്മളെന്ന് പറയുന്ന വ്യക്തി. അത് എല്ലാ വിധത്തിലും അങ്ങനെ തന്നെയാണ്. അറിവിൻ്റെ കാര്യത്തിൽ, ആശയങ്ങളുടെ കാര്യത്തിൽ തുടങ്ങി സമ്പത്തിൻ്റെ കാര്യത്തിലടക്കം അത് അങ്ങനെ തന്നെയാണ്. നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന 5 വ്യക്തികളുടെ ശരാശരിയാണ് നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തി. പക്ഷേ നിർഭാഗ്യവശാൽ ഇത് ഭൂരിഭാഗം പേർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യത്തിൽ കൃത്യമായിട്ടും ബോധവാനല്ല, അല്ലെങ്കിൽ ബോധവതിയല്ല. എന്താ അതിൻ്റെ പരിണതഫലം? ഒരു പക്ഷേ നമ്മൾ ചേർന്ന് നിൽക്കുന്ന ചില വ്യക്തികൾ നമ്മളുടെ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് കടക്കുന്നതിന് ഉചിതമായിരിക്കില്ല. അതായത് അവരുടെ സംഭാഷണങ്ങൾ, അവരുടെ പെരുമാറ്റങ്ങൾ, അവരുടെ ആശയം, അവരുടെ അറിവുകൾ തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ പ്രതികൂലമായിട്ടായിരിക്കും ബാധിക്കുന്നത്. ഒരു ഉദാഹരണത്തിന്, നമ്മളെ ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം ക്രിട്ടിസൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന, അധിക്ഷേപിക്കുന്ന, കളിയാക്കുന്ന ചില വ്യക്തികൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ, അതൊരു പക്ഷേ ഒരു സുഹൃത്ത് ആകാം, അതല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ഒരാളാകാം, അതല്ലെങ്കിൽ നമ്മളുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ ബിസിനസ് ഡീലിംഗ് നടത്തുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വ്യക്തി അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്തകളെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്കിവിടെ ചെയ്യാവുന്ന കാര്യം, ആ വിധത്തിലുള്ള വ്യക്തികളെ നിർബന്ധമായിട്ടും മാറ്റി നിർത്തുക, അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള ഒരു അകലം പാലിക്കുക. സുരക്ഷിതമായിട്ടുള്ള അകലം പാലിക്കാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ മാറ്റി നിർത്താൻ പറയുമ്പോൾ, ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഇവർ നമ്മുടെ ഒഴിവാക്കാനാകാത്ത വിധത്തിലുള്ള സൗഹൃദങ്ങളോ അല്ലെങ്കിൽ മറ്റ് റിലേഷൻഷിപ്പുകളോ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ആരെങ്കിലുമൊക്കെയോ ആയേക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെ മാറ്റി നിർത്തുക, ഒഴിവാക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അവിടെയാണ് അവരിൽ നിന്ന് സുരക്ഷിതമായിട്ടുള്ള അകലം പാലിക്കുക എന്ന് പറയുന്നത്. അവരിൽ നിന്ന് എന്ന് പറയുമ്പോൾ ആ വ്യക്തികളിൽ നിന്ന് മാത്രമല്ല, ഒരുപക്ഷെ ആ വ്യക്തികളിൽ നിന്ന് നമുക്ക് അകലം പാലിക്കാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. പക്ഷെ അവരുടെ വാക്കുകളിൽ നിന്നോ പ്രവൃത്തികളിൽ നിന്നോ ഒക്കെ നമുക്ക് സുരക്ഷിതമായിട്ടുള്ള അകലം പാലിക്കാം. അതായത് നമ്മളെ അവരെ ആക്ഷേപിക്കാൻ അല്ലെങ്കിൽ കളിയാക്കാൻ ഉള്ള സാഹചര്യങ്ങൾ പരമാവധി അവർക്ക് കൊടുക്കാതിരിക്കുക. അതായത് നമ്മുടെ ആശയങ്ങൾ, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഈ വിധത്തിലുള്ള കാര്യങ്ങളൊന്നും അവരോട് ഡിസ്കസ് ചെയ്യാതിരിക്കുക. കാരണം ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഡിസ്കസ് ചെയ്യുന്നത്? കാര്യമില്ല എന്ന് മാത്രമല്ല, ദോഷമുണ്ട് താനും. അപ്പോൾ പിന്നെ എന്തിനാണ് ഡിസ്കസ് ചെയ്യുന്നത്? അവരോട് ഡിസ്കസ് ചെയ്യാതിരിക്കുക. അവരുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രം അവരോട് ഡിസ്കസ് ചെയ്യാം, അല്ലാതെ അവരോട് ഡിസ്കസ് ചെയ്യേണ്ടതില്ല. 1. പിന്നെ 2, അവരേതെങ്കിലും വിധത്തിൽ പ്രതികൂലാത്മകമായിട്ടുള്ള, നമുക്ക് ഉചിതമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ അപ്പോഴേക്കും ഒന്നുകിൽ നമ്മൾ അവിടെ നിന്ന് ഒന്ന് മാറിപ്പോയേക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് ആ വിഷയത്തെ ഒന്ന് മാറ്റിയേക്കുക. ആ വിഷയത്തിലേക്ക് അവർ കടക്കുന്നതിൽ നിന്നും അവരെ പ്രതിരോധിക്കുന്നതിന് വേണ്ട, എന്നാൽ അവർക്ക് ഉചിതമായിട്ടുള്ള മറ്റ് വിഷയങ്ങൾ അങ്ങോട്ട് കൊടുത്തേക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ വിധത്തിൽ ആ തരത്തിലുള്ള വ്യക്തികളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നുമെല്ലാം കൃത്യമായിട്ടും സുരക്ഷിതമായിട്ടുമുള്ള ഒരു അകലം പാലിക്കുക. അതുപോലെ തന്നെ ചെയ്യാവുന്ന മറ്റൊരു കാര്യമുണ്ട്, ഇതിന് നേരെ വിപരീതമായിട്ടുള്ളത്. അതായത് നമുക്ക് ഏത് വിധത്തിലേക്കാണോ എത്തേണ്ടത്, ഏതൊരു മാറ്റമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതായത് സാമ്പത്തികമായിട്ടാണെങ്കിൽ അങ്ങനെ, ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ, ബന്ധങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ, അപ്പോൾ അതിനുചിതമായിട്ടുള്ള വ്യക്തികളുമായിട്ട്, പ്രത്യേകിച്ച് ഈ കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിച്ച വ്യക്തികളുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിക്കുക. അടുത്ത ബന്ധം സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്.
അത് ഓൾറെഡി വിജയിച്ച ധാരാളം ആളുകളുണ്ട്. ഉദാഹരണത്തിന് അംബാനിയുണ്ട്, അദാനിയുണ്ട്, ടാറ്റയുണ്ട്, ബിർളയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം നാട്ടുകാരായിട്ടുള്ള ഒത്തിരി പേരുണ്ട്. ഒരു ഉദാഹരണത്തിന് കൊച്ചൗസേപ്പ് ചിറ്റലപ്പള്ളി സാറുണ്ട്. അതുപോലെ തന്നെ ലുലുവിൻ്റെ സ്ഥാപകനുണ്ട്. എനിക്ക് പെട്ടെന്ന് പേര് ഓർമ്മ വരുന്നില്ല, ക്ഷമിക്കണം. ഒന്ന് താഴെ മെൻഷൻ ചെയ്തേക്കണേ. അപ്പോൾ അദ്ദേഹമുണ്ട്. അതുപോലെ സന്തോഷ് ജോർജ് കുളങ്ങര സാറുണ്ട്. ഇതുപോലെയൊക്കെയുള്ള ധാരാളം പേരുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കണ്ടെത്താം. നിങ്ങളതുപോലെ നിങ്ങൾക്കൊരു റോൾ മോഡൽ എന്ന് കരുതുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ പേരുകൾ താഴെ ഒന്ന് മെൻഷൻ ചെയ്യുക. താഴെ അവരുടെ പേരും പ്രൊഫഷനും ഒക്കെ ഒന്ന് മെൻഷൻ ചെയ്യുക. കാരണം കൂടുതൽ പേരിലേക്ക് അറിവുകൾ എത്താൻ തീർച്ചയായിട്ടും അത് സഹായകരമാകും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി, ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തുടർന്ന് കാണാം. അപ്പോൾ ഈ വിധത്തിൽ ഉചിതമായ വ്യക്തികളോടൊപ്പം ചേർന്ന് നിൽക്കുക. ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും, എങ്ങനെയാണ് ഈ പറയുന്ന വ്യക്തികളോടൊപ്പം ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കുന്നത്? അവരുമായിട്ട് നമുക്ക് ഒരു പരിചയമില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് എന്നുള്ളത്. നോക്കൂ, അവരുമായിട്ട് നമുക്ക് നേരിട്ടുള്ള പരിചയം വേണ്ട, മറിച്ച് അവരുടെ ധാരാളം വീഡിയോകൾ യൂട്യൂബിലുണ്ട്. അവരെഴുതിയ ലേഖനങ്ങൾ നമുക്ക് ധാരാളം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അവരുടെ ആശയങ്ങൾ നമുക്ക് പങ്കുവയ്ക്കുന്ന, അവരുടെ ആശയങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ധാരാളം ഘടകങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അതുമായിട്ട് ചേർന്ന് നിൽക്കുക. അവരുടെ വീഡിയോകൾ കാണുക, അവരുടെ അനുഭവക്കുറിപ്പുകൾ വായിക്കുക, അവരുടെ ഇൻ്റർവ്യൂകൾ കാണുക. ഇങ്ങനെ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, നമുക്ക് വളരെ പരിചയമുള്ള അടുത്ത ഒരാളാണ് എന്നുള്ളൊരു ബോധം സ്വയം ഉണ്ടാക്കുക. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ സബ് കോൺഷ്യസിനെ സത്യമേത് മിഥ്യയേത് എന്നൊന്നും അറിയില്ല. മാത്രമല്ല, ഇവരുടെ ഈ സക്സസ് സ്റ്റോറീസ്, അതുപോലെ അവർ കടന്നു വന്ന മാർഗ്ഗങ്ങൾ, അവർ പിന്തുടർന്നു വന്ന വഴികൾ, അതുപോലെ പ്രതിസന്ധികൾ അവരെങ്ങനെയാണ് തരണം ചെയ്തിരിക്കുന്നത്, അവർ എങ്ങനെയാണ് അതിൽ നിന്ന് കരകയറി വന്നത്, അവിടെ എന്ത് നിലപാടാണ്, എന്ത് സമീപന രീതികളാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്, ഇതെല്ലാം തീർച്ചയായിട്ടും നമ്മളെ വല്ലാതെ സ്വാധീനിക്കും. അതല്ലാത്ത പക്ഷം ഒരുപക്ഷെ ഏതെങ്കിലും ഒരു പ്രതികൂല സാഹചര്യത്തിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും, ഇതെന്താ ദൈവമേ എനിക്ക് മാത്രം ഇങ്ങനെ, ഞാൻ എന്ത് ചെയ്താലും കുഴപ്പമാണല്ലോ എന്നുള്ളത്. വാസ്തവത്തിൽ അങ്ങനെയല്ല. നമുക്ക് മുന്നേ വഴി നടന്നു പോയ വ്യക്തികൾ ഇതുപോലെ ധാരാളം പ്രതിസന്ധികളിലൂടെ, ചിലപ്പോൾ പരാജയങ്ങളിലൂടെയൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച, അല്ലെങ്കിൽ അവരെ കളിയാക്കി അവരെ അവഹേളിച്ച വ്യക്തികളൊക്കെ ധാരാളം ഉണ്ടായിരുന്നിട്ടുണ്ടാകും. അപ്പോൾ അവിടെയെല്ലാം ഇവരൊക്കെ സ്വീകരിച്ച കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട്, സമീപന രീതികളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്. ഇതെല്ലാമാണ് അവരെ ഇന്ന് കാണുന്ന വിജയിച്ച മനുഷ്യരെന്നുള്ള ആ വിധത്തിൽ, ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അവരെടുത്ത നിലപാടുകൾ തീർച്ചയായിട്ടും നമ്മൾ അറിയേണ്ടതുണ്ട്. അവർ അനുഭവിച്ച മാനസിക അവസ്ഥകളിലൂടെ നമ്മളും കടന്നു പോകേണ്ടതുണ്ട്. ഇത് തീർച്ചയായിട്ടും വിജയത്തിൻ്റെ പടവുകളെ ചവിട്ടിക്കയറാൻ നമ്മളെയും സഹായിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പൊതുവിലൊരു ചേഞ്ച് വരുത്തുക. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു 5 വ്യക്തിത്വങ്ങളെ തിരഞ്ഞെടുക്കുക. അതുപോലെ നമ്മുടെ അബ്ദുൽ കലാം സാറുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന പേരുകളെല്ലാം ഒന്ന് മെൻഷൻ ചെയ്തേക്കൂ കമൻറ്റ് ബോക്സിൽ. അത് ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക്, വിജയത്തിലേക്ക് കുതിക്കാൻ നിങ്ങളെ സഹായിക്കും. ഇത് ഉറപ്പാണ്, ഇത് ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഈ വിഷയം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ നിങ്ങളുടെ ആശയങ്ങളും എല്ലാം ഈ വീഡിയോയുടെ ചുവട്ടിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം. ഈ വിധത്തിൽ ഉപകാരപ്രദമായിട്ടുള്ള വിഷയങ്ങൾ നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. Thank you.